വർഷത്തോടനുബന്ധിച്ചിട്ടുള്ള ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പ്രാർത്ഥിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ എന്ന പ്രബോധന ഗ്രന്ഥത്തിന്റെ 2ാമത്തെ അധ്യായമാണ് ഈ പ്രാർത്ഥനയുടെ പാഠശാലയിലേക്ക്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ ശിഷ്യന്മാർ യേശുവിനോട് വളരെ നിഗൂഢവും നിർണായകവുമായ ഒരു അഭ്യർത്ഥന നടത്തുന്നുണ്ട്. കർത്താവെ, ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ. ഗുരുവിന്റെ സാന്നിധ്യത്തിലായിരിക്കെ അവിടുന്ന് പ്രാർത്ഥിക്കുന്ന രീതി, വിജന പ്രദേശത്തിലേക്കുള്ള അവിടുത്തെ പിന്മാറ്റം, പ്രാർത്ഥനയുടെ ആഴത്തിൽ പിതാവുമായുള്ള ആഴമേറിയ ബന്ധം എന്നിവ ശിഷ്യന്മാരെ ആകർഷിച്ചിരുന്നു. അങ്ങനെ പുത്രത്വം എന്ന ബന്ധത്തോടുള്ള ആകർഷണം അവരെ അതിൽ പങ്കുചേരണമെന്നുള്ള തലം വരെ എത്തിച്ചു. ഈ അഭിലാഷത്താൽ ഗുരു അവരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുകയും യഥാർത്ഥ പ്രാർത്ഥനയുടെ പാഠശാലയ്ക്ക് രൂപം കൊടുക്കുകയും ചെയ്തു. പ്രാർത്ഥന കേവലം ഭക്തിയുടെ ഒരു ആചാരം മാത്രമല്ല, മറിച്ച് അത് ആത്മാവിന്റെ ശ്വാസമാണ്. പ്രാർത്ഥന ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ അഭിപ്രായത്തിൽ ദൈവവുമായുള്ള മുഖാമുഖ സംഭാഷണമാണ്. പ്രാർത്ഥനയെക്കുറിച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പ ഓർമ്മിപ്പിക്കുമ്പോൾ പ്രാർത്ഥനയുടെ 4 തലങ്ങളെക്കുറിച്ച് കൂടി ഓർമ്മിപ്പിക്കുന്നുണ്ട്. ആദ്യമായി, നിഷ്കളങ്കവും വിനീതവുമായ ഹൃദയത്തോടും ദിവ്യമഹത്വത്തിനു മുൻപിൽ താൻ എത്ര നിസ്സാരനാണെന്ന അവബോധത്തോടും കൂടി ക്രിസ്ത്യാനി ദൈവത്തിനു മുൻപിൽ സ്വയം വെളിപ്പെടുത്തുന്ന തലമാണ് ആരാധനയുടെ തലവും 1ാമത്തെ തലവും. 2ാമതായി, തന്റെ ജീവിതത്തിൽ ലഭിച്ചിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും ദൈവത്തിന്റെ ദാനമാണെന്നും ഏറ്റവും ചെറിയത് മുതൽ ഏറ്റവും വലിയത് വരെയുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും ദൈവത്തിന് നന്ദിയും സ്തുതിയും കൃതജ്ഞതയും അർപ്പിക്കുന്ന തലമാണ് സ്തുതിയുടെയും കൃതജ്ഞതയുടെയും തലമായ 2ാമത്തെ തലം. 3ാമത്തെ തലമായ മധ്യസ്ഥ പ്രാർത്ഥനയിൽ നാം മറ്റുള്ളവരോട് ഐക്യദാർഢ്യവും അനുകമ്പയും പ്രകടിപ്പിച്ചുകൊണ്ട് പുണ്യവാന്മാരുടെ ഐക്യത്തിൽ അവരുടെ ആവശ്യങ്ങൾക്കായി പ്രാർത്ഥിക്കുന്ന തലമാണ്. 4ാമത്തെ തലമായ യാചനാ പ്രാർത്ഥനയുടെ തലത്തിൽ നാം നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾ ദൈവത്തിന് മുൻപിൽ സമർപ്പിക്കുന്നു. ഇത്തരം പ്രാർത്ഥനയിലൂടെ നമ്മുടെ ആഴമേറിയ അഭിലാഷങ്ങൾ, ഉത്കണ്ഠകൾ എന്നിവയെല്ലാം ദൈവത്തിന് മുൻപിൽ അവതരിപ്പിക്കും. ആത്മവിശ്വാസത്തോടും നിരന്തര പ്രയത്നത്തോടും നമ്മുടെ ഹൃദയങ്ങളെ കേൾക്കാൻ ദൈവം നിരന്തരം സന്നദ്ധനാണെന്ന ഉറച്ച വിശ്വാസത്തോടും കൂടെ നമ്മുടെ യാചനകളെ ദൈവത്തിന് മുൻപിൽ സമർപ്പിക്കാം. ഇങ്ങനെ പ്രാർത്ഥനയുടെ 4 തലങ്ങൾ അനുസ്മരിച്ച് 2025 ജൂബിലി വർഷത്തിനായി നമുക്ക് ഒരുങ്ങാം.